രണ്ട് ഫ്ലേവറിലാണ് ഇന്ന് ഞാൻ ഇവിടെ പേട ഉണ്ടാക്കുന്നത്. ഒന്ന് ചോക്ലേറ്റ് പേടയും ഒന്ന് മിൽക്ക് പേടയും. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. അത് സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല, വെറുതെ വെച്ചത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ആക്കരുത്. ഈ ഒരു ടൈമിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി എടുത്തിരിക്കുന്നത് 1 കപ്പ് പാൽപ്പൊടിയാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/4 കപ്പ് പാല് കൂടെയാണ്. പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക. തരികളൊന്നും ഇല്ലാതെ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നത് അടി പിടിക്കും. നമുക്കത് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഇതൊക്കെ കട്ട കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തെടുക്കുക. അതും നല്ലവണ്ണം ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈ എടുക്കരുത് കേട്ടോ. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലായിടത്തും ഈ കയ്യിലെത്തണം കേട്ടോ. ഫുള്ളും എല്ലാ ഭാഗത്തും കയ്യിലെത്തണം. ഇനി ഇതിലേക്ക് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാര, ഇപ്പൊ 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം എല്ലാം കൂടെ യോജിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഒന്നുകൂടെ അത് ലൂസാക്കിട്ടോ. ഇതിപ്പോ കുറുകി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? ഇതിങ്ങനെ ഇനി നമ്മുടെ പാത്രത്തിൽ ഒട്ടാതെ കിട്ടും. ആ പരുവാണ് നമ്മൾ ഇത് റെഡിയായി എന്നറിയാം. ഇതിപ്പോ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ പേടയുടെ കൂട്ട് ഇവിടെ ഇപ്പം പാത്രത്തിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല. അതിപ്പോ ഇങ്ങനെ ഉരുണ്ട് കളിച്ചു തുടങ്ങി. ഈ ഒരു പരുവാണ് നമ്മുടെ പേട കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ പേടയുടെ കൂട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോ അല്പം തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കയ്യിൽ അല്പം നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. കുറച്ച് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ഉരുട്ടിയെടുത്താൽ മതി. നല്ലവണ്ണം ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിന്റെ നടുക്ക് ഒരു അമർത്തി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ നടുക്ക് ഒരു പിസ്ത വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ 2 ഫ്ലേവറിൽ ഉണ്ടാക്കുന്നതല്ലേ പറഞ്ഞത്. അപ്പൊ ബാക്കി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മിൽക്ക് പേട ഉണ്ടാക്കിയല്ലോ. ഇനി നമ്മുടെ അടുത്ത് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് പേടയാണ്. അതിന് ഞാനിപ്പോ ഇവിടെ 1 ടീസ്പൂണോളം കൊക്കോ പൗഡർ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഈ ചൂടോടെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ചോക്ലേറ്റിന്റെ ഫ്ലേവറും കൂടെ കിട്ടും. അപ്പൊ ചോക്ലേറ്റും കോക്കോ പൗഡറും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബോളാക്കിയിട്ട് നല്ലവണ്ണം ഉരുട്ടിയെടുക്കുക. ആക്കിയതുപോലെ തന്നെ ഇതും ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇതിന്റെ നടുക്കും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിസ്തയുടെ പീസസ് വെച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് 2 ഫ്ലേവറിൽ ഒരേ ടൈമിൽ 2 ഫ്ലേവറിലുള്ള പേടകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.